കുഞ്ഞിനെ ഞാൻ എൻ്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എൻ്റെ. എല്ലാവർക്കും നമസ്കാരം. രേണു സുധിയുടെ ഒരു പുതിയ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ രേണു, നിന്നെ ആരൊക്കെ പറ്റിക്കുക, നല്ല പോലെ പറ്റിക്കുക, നിന്റെ കൂടെ നിൽക്കുന്നവരും. അതുപോലെ നിനക്കാണെങ്കിൽ ബോധവും വിവരം ഒന്നുമില്ല. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, സീരിയസ്ലി എനിക്ക് അറിയില്ല രേണു. നിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പം സഹതാപമുണ്ട്, എന്നാ നീ എന്തുവാ കാണിച്ചു കൂട്ടുന്നതെന്നുണ്ട്. ഓക്കെ, ആരൊക്കെയോ പറഞ്ഞ് നിന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കൂടെ നിൽക്കുന്ന സപ്പോർട്ടേഴ്സ് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും രേണുവിൻ്റെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തംബ്നെയിൽ ഒന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട കോടതിയോട്, ക്യാൻസർ 4th സ്റ്റേജ് ബാധിതയായ ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ ഋതുൽ ദാസിൻ്റെ അഥവാ പൂർണ്ണാവകാശം തങ്കച്ചൻ PG, കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചൻ, രമ്യ ലിബു എന്നിവർക്ക് മാത്രം. ഓക്കെ, ഇങ്ങനത്തെ ഒരു വീഡിയോ രേണു ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിന്റെ വീട്ടുകാർക്കും ഈ പറഞ്ഞ പോലെ നിന്റെ അച്ഛനും നിന്റെ അമ്മയ്ക്കും നിന്റെ സഹോദരത്തിനൊക്കെ തന്നെയാണ് എല്ലാ അവകാശവും ഉള്ളത്. കിച്ചു പുറത്തുള്ളവനാണ്. ഇതിപ്പോൾ കിച്ചുവായിട്ടൊരു കോൺട്രവേഴ്സി നടക്കുന്നത് കൊണ്ട് തന്നെ രേണു ഇങ്ങനെ ഒരു സാധനം ഇട്ടത്. സീരിയസ്ലി അത് യാതൊരു പൊട്ടനും മനസ്സിലാവും. ഓക്കെ, കിച്ചുവിന് ഒരു അവകാശവും ഇല്ല ഈ പറയുന്ന ഋതപ്പനിൽ എന്നാണ് പറയുന്നത്. അതായത് രേണുവിന് എന്തെങ്കിലും സംഭവിച്ച് രേണു മരിച്ചാൽ നീ മരിക്കണമെന്ന് ഇവിടെ ഒരിക്കലും ആരും പറയുന്നില്ല. എന്നാൽ പറയുന്നവരുണ്ട്, നീ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് വരെ പറയുന്നവരുണ്ട്. അങ്ങനെ ആൾക്കാർ വെറുക്കാനുണ്ടാവുന്ന റീസൺ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം നീ മരിക്കണം എന്ന് വരെ ആഗ്രഹിക്കുന്ന ലെവലിൽ ആൾക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താ? നിനക്ക് അസുഖം വന്ന സമയത്ത് നിന്നോട് എല്ലാ ജനങ്ങൾക്കും സഹതാപമായി. ഓക്കെ, അയ്യോ എന്നായിപ്പോയി ആൾക്കാർ. പക്ഷെ അതേ സഹതാപത്തിന് നീ വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെറുപ്പാക്കി മാറ്റി എന്നതാണ് വാസ്തവം. ഞാൻ ഉള്ള കാര്യം പറയാം, അതാണ് സംഭവം. കിച്ചുവിനെതിരെ നീ സംസാരിച്ച അന്നു മുതൽ നിന്നെ ജനങ്ങൾ വെറുത്തു തുടങ്ങി, നിനക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എന്ത് സംഭവിച്ചാലും ജനങ്ങൾക്കൊരു പ്രശ്നമില്ലാണ്ടായി. ആ ലെവലിൽ നീ ആക്കി. ഓക്കെ, എന്നിട്ട് ഇന്ന് വന്നിരുന്നിട്ട് എൻ്റെ ഋതുൽ ദാസിന് അല്ലെങ്കിൽ ഋതപ്പന് അവകാശം എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. കിച്ചുവിന് ഇല്ല എന്ന് പറയുന്നില്ലെങ്കിലും അത് കിച്ചുവിനുള്ള അടിയ. കിച്ചുവിന് അതിൽ അവകാശം ഇല്ല എന്ന്. ഓക്കെ, നിന്റെ വീട്ടുകാർക്ക് തന്നെയായിരിക്കണം അവകാശം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ വീട്ടുകാർ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ചിലപ്പോൾ കിച്ചു ആ പയ്യനെ നോക്കും. ഉള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. കാരണം കിച്ചു പണ്ട് ആ വീട്ടിൽ വരുമ്പോൾ ആ പയ്യന്റെ മുഖത്തുണ്ടാവുന്ന സന്തോഷം അല്ലാത്ത സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്തിന്, നിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. മുന്നേ ഉള്ള സമയങ്ങളിൽ. അതുകൊണ്ട് കിച്ചുവിൻ്റെ കൂടെ അവൻ ഇരിക്കുന്ന സമയത്ത് അവൻ കുറച്ച് ഹാപ്പിയാണ്. അവൻ ചിരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് അടുത്തിരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ അവൻ കിച്ചുവിൻ്റെ അടുത്ത് നിന്ന് ഹാപ്പി ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും നിന്റെ മകൻ്റെ അവകാശം നിന്റെ വീട്ടുകാർക്ക് തന്നെ ഇരിക്കട്ടെ. അതല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ഇനി അതിലോട്ട് വരാം. അപ്പം രേണു കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഒരാഴ്ച കേട്ടു നോക്കാം. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എൻ്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും ഇഷ്ടം. ഓക്കെ, ആരെയും ബാക്കി പറ കുഞ്ഞിനെ ഋതുൽ ദാസിനെ 4 പേരെ മാത്രമേ ഏൽപ്പിക്കൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ ഓക്കെ, അതായത് രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 4 പേർക്കുമേ രേണുവിന്റെ കുഞ്ഞിനെ നോക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കിച്ചുവിനില്ല. ഇൻഡയറക്ട്ലി പറയുകയാണ്, ഡയറക്ട്ലി പറഞ്ഞില്ല എങ്കിലും മനസ്സിലാക്കാം. അതിന്റെ പേരിൽ ഇനിയിപ്പോൾ നിനക്ക് അടുത്ത് കിട്ടാൻ പോകുന്ന ചീത്തവിളി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തിനാണ് രേണു ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്? ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച് നാളെ നിന്റെ കുട്ടി അനാഥപ്പെട്ടു പോകുമെന്നുള്ളൊരു ചിന്തയായിരിക്കും ചിലപ്പോൾ നിനക്ക് വരുന്നത്. ഓക്കെ, നിന്റെ മകനോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷെ നീ എന്തിനാണ് അതിങ്ങനെ വന്ന് നാട്ടുകാർക്ക് ഇങ്ങനെ പറയുമ്പോൾ അവിടെയും നീ കിച്ചുവിനെ വലിച്ചിടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കിച്ചുവിന് നിനക്ക് വീണ്ടും വെറുപ്പാണ്. അവനെ നീ വെറുക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ വീണ്ടും നീ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്. ഓക്കെ, വീണ്ടും നീ അവനെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം ജനങ്ങൾ നിന്നെ വെറുക്കുന്നു. അതാണ് മറ്റൊരു സത്യം. നീ അവനിലേക്ക് എത്രത്തോളം വെറുപ്പ് സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവനെ വെറുപ്പിലൂടെ നീ മറ്റുള്ളവരിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു, അത്രത്തോളം ജനങ്ങൾ നിന്നെ വെറുക്കുകയാണ്. അതുകൊണ്ട് മണ്ടത്തരം കാണിക്കില്ല, ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത്. നിനക്ക് നിന്റെ അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിന്റെ വീട്ടിലെ വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ഇട് വീണ്ടും. പക്ഷേ ദയവ് ചെയ്തിട്ട്
ആരെങ്കിലും പറഞ്ഞ വിട്ടിത്തരം കേട്ടുകൊണ്ട് വീഡിയോ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലതല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ അപ്പോൾ പറയും അത് രേണുവിന് പറയാനുള്ളതല്ലേ പറഞ്ഞെന്ന്. ഇതിപ്പോൾ അവളെ വീട്ടുകാരടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ സെൽഫി എടുത്ത് വെച്ചാൽ പോരായിരുന്നോ? ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു സാധനം പബ്ലിക്കിലോട്ട് ഇടുമ്പോൾ അവൾക്ക് വീണ്ടും ഇത്രയും കിട്ടിയിട്ടായിട്ടും അവൾക്ക് കുന്തളിപ്പ് മാറിയില്ല. അവൾക്ക് കിച്ചുവിൻ്റെ അടുത്ത് ഇപ്പോഴും വെറുപ്പ്. ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കുള്ളൂ. മണ്ടത്തരമാണ് രേണു നീ ചെയ്യുന്നത്. ജീവിതം മൊത്തം മണ്ടത്തരമാണ് ചെയ്യുന്നത്. നിന്റെ കൂടെ ഒരു കിഴങ്ങ ഉണ്ടല്ലോ, ഒരു അൻഷാദ് ബാല, അവനെപ്പോലുള്ളവന്മാർ മതി നിന്റെ ജീവിതം തൊലയാനായിട്ട്. ഓക്കെ, നിന്റെ കൂടെ നടന്നിട്ടാണ് നീ കയറി ഫാൻ ലോഡി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ ഇട്ട്. എന്നിട്ട് നീ ഇപ്പുറത്ത് വന്ന് പറയുന്നു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. അപ്പം നിന്റെ കൂടെ ഉള്ളവർ തന്നെയാണ് നിനക്ക് വേലിയായി മാറുന്നത്. അതുകൊണ്ട് ആ ഒരു അൻഷാദിന്റെ അന്നത്തെ ഒരു വീഡിയോയോട് കൂടി നിനക്ക് വീണ്ടും നെഗറ്റീവായി. പിന്നെ ബിഷപ്പിന്റെ വീഡിയോ അടുത്ത് വന്നപ്പോൾ അത് നെഗറ്റീവായി. എല്ലാം ഡയറക്റ്റ്ലി നിന്റെ നെഞ്ചത്തോട്ടാണ് വരുന്നത്. ആ ബോധം പോലും നിനക്കില്ല. നീ ഓരോരുത്തരെ ഇളക്കി വിട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അവസാനം ഇതിന്റെ ചീത്തവിളിയുടെ ഉത്ഭവം നിനക്കാണ് വന്ന് നിൽക്കുന്നത്. മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് ഒരു പരിധി വേണം ചെയ്യണം. സീരിയസ്ലി എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യവും പേഴ്സണലി ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ നിന്റെ ഈ സാഹചര്യത്തിൽ വിഷമമുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് എന്നും എൻ്റെ പ്രാർത്ഥന. പക്ഷെ നീ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ജനങ്ങൾ നിന്നെ വലിച്ചു കീറുകയാണ് രേണു. അത് മനസ്സിലാക്കി ഒരു ഇതിലിരിക്കും. ബാക്കി ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. നീ മരിക്കും അല്ലെങ്കിൽ മരിക്കണമെന്ന് വിധി എഴുതുന്ന ഒരുപാട് പേരുണ്ട്. നിന്നെ ശപിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരാൾക്കൊരു രോഗമുണ്ടെന്ന് അറിഞ്ഞിട്ടും അങ്ങനെയെങ്കിലും അവൻ ചത്താ മതി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സീരിയസ്ലി സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ഞാനിങ്ങനെ കാണുന്നത് വളരെ അധികം കുറവ്. എൻ്റെ ഓർമ്മകളിൽ ഇല്ല. പക്ഷെ നിനക്കിങ്ങനൊരു സംഭവം വന്നെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാർ നീ ചത്താ മതി എന്ന് പറയുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇത് എന്തുവാ ഇങ്ങനെയെന്ന്. ഒരു പോയിന്റിൽ നോക്കുമ്പോൾ നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? കാരണം നീ ആ പയ്യനെ അത്രയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിച്ചുവിന്. അത് തന്നെയാണ് ജനങ്ങൾ നിന്നെ വെറുക്കാനുണ്ടാകുന്ന റീസൺ. മണ്ടത്തരമാണ് രേണു നീ ജീവിതത്തിൽ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. ഓക്കെ, ആഡ് കയറി വന്നു. ഓക്കെ, ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്നില്ല ഒരു കമൻറ്റ് വായിക്കാണ്ട്. അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ സഹതാപം തോന്നുന്നെങ്കിലും ഇപ്പോൾ തോന്നുന്നു അക്ബർ പറഞ്ഞത് കറക്റ്റ് ആണെന്ന്. സെപ്റ്റി ടാങ്ക് ഇവിടെ പറയുന്നതാണ് നാട്ടുകാർ. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. നമ്മളും നേരെ ഒന്നും പെരുമാറിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് രേണു പറഞ്ഞത്. ഒരു സമയത്ത് ബിഷപ്പിന്റെ കാല് കുമ്പിട്ട് കൈ തൊഴുത് നിന്ന രേണു നമുക്കറിയാം, വസ്തു എഴുതി തന്ന സമയത്ത്. പിന്നെ ബിഷപ്പാമ്പയെന്ന് വിളിച്ച് ആക്ഷേപിച്ച രേണുവിനെ നമുക്കറിയാം. ഇപ്പോൾ ഇങ്ങനെ കൈ കുമ്പിട്ട് നിൽക്കുന്ന ഒരു പ്രീസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിൽക്കുന്ന രേണുവിനെയും കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അല്ല നിലപാടും ഉറപ്പും ഇല്ലാത്തത്. ഇതൊക്കെ രേണുവിനും ഈ പറയുന്ന ബിഷപ്പിനും ഒക്കെ തന്നെയാണ്. ഈ ബിഷപ്പ് ഒരു സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സിന് ഈ പറയുന്ന പോലെ രേണുവിൻ്റെ പല വീഡിയോസ് അയച്ചു കൊടുക്കുന്നു, റിയാക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, അടുത്ത ബിഷപ്പിനെ അറിയാന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, യൂട്യൂബേഴ്സിനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് രേണുവിനെ എതിരെ. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ രേണുവിന് ഒരു അസുഖം വന്നപ്പോൾ ബിഷപ്പ് നന്മയായി, ബാക്കിയുള്ളവരെല്ലാം തെറ്റുകാരായി, യൂട്യൂബേഴ്സ് എല്ലാം തെറ്റുകാരായി, കിച്ചു തെറ്റുകാരനായി. എന്നിട്ട് കിച്ചുവിനെ പറഞ്ഞ് ഏറി കയറിയപ്പോൾ അടുത്ത് വന്ന് പറയുന്നു ഞാൻ കിച്ചുവിനെ ഉപദേശിച്ചതാണ്. ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളല്ല, നിങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ ബിഷപ്പിന് എന്തിന്റെ കേടായിരുന്നെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറെ കയറിപ്പോയി. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്.
ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഓക്കെ, നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് രേണു. ഇതിൽ കുറെ പേര് നിന്റെ നാശം കാണാൻ വേണ്ടി പറയുന്നുണ്ട്. അത് അത്രയ്ക്ക് നീ വെറുപ്പ് സമ്പാദിച്ചു വെച്ചുകൊണ്ട്. എങ്കിലും എനിക്ക് അത്രയും പറയാൻ തോന്നുന്നില്ല. ഞാൻ പറയുന്നുണ്ട് നിനക്ക് എല്ലാം മാറി തിരിച്ചു വരട്ടെ. പക്ഷെ മണ്ടത്തരങ്ങൾ കുറച്ച് കുറയ്ക്കുക കേട്ടാ. ക്ഷമ ചോദിച്ചു. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറഞ്ഞു. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതോട് ഇതെല്ലാം നമ്മളാണ് പറഞ്ഞത് ഉണ്ടാക്കിയത്. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ വസ്തു തന്നതിന്റെ പേരിൽ അങ്ങനെ ചീത്തപ്പേര് കേട്ടത് ആര് വഴിയാ? നീ വഴി, ഈ രേണു വഴി. എന്നിട്ട് കുറ്റം മൊത്തം നമുക്കാടേ. അയാൾ ഒരുപാട് കേട്ടു, ഒരുപാട് പരിഹസിക്കപ്പെട്ടു എന്നൊക്കെ നീ പറയുമ്പോൾ അത് കാരണക്കാര് നീയാണ്, നമ്മളാരുമില്ല. അന്ന് അങ്ങേരെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്തത്. ഓക്കെ അന്ന് നിന്നെയാണ് കുറ്റപ്പെടുത്തിയത്, നീയാണ് അയാളെ കുറ്റപ്പെടുത്തിയത്, നിന്നെയാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തിയത് കേട്ടെ. എന്നിട്ട് ഇപ്പൊ നമുക്ക് കുറ്റക്കാരാ. ഇന്ന് അങ്ങേരെ ഒന്നും വിദ്യുത്തനം കാണിച്ചപ്പോൾ അങ്ങേർക്കെതിരെ അതേ ജനങ്ങൾ തിരിഞ്ഞു. അന്ന് അങ്ങേരെ കുറ്റം പറഞ്ഞതും ചെളിവാരി അടിച്ചതും വിഷപ്പാമ്പെന്ന് വിളിച്ചതും ഒക്കെ നീയാ. അദ്ദേഹത്തിന്റെ ആ ലോഹയ്ക്ക് പോലും ഒരു റെസ്പെക്ട് പോലും കൊടുക്കാതെ നീയും ഈ പറയുന്ന സജിനെ ഒക്കെ ആയിട്ട് ചേർന്ന് ഇന്ന് കാണിച്ച അപരാധങ്ങളാ. ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയെന്നാണ് എന്റെ ഒരു വിശ്വാസം. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നിറങ്ങി ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവർക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതത്രേ ഉള്ളൂ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ ആർക്കും സംഭവിക്കാം, നാളെ എനിക്ക് സംഭവിക്കാം. ചിലപ്പോൾ പോകുന്ന വഴിക്ക് വല്ല വണ്ടി വന്നിടിച്ച് ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യനൊക്കെ എപ്പോഴും എന്ത് സംഭവിക്കാം. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. രേണു എന്ന് പറയുന്ന ഒരാൾക്ക് വിവരമില്ല എന്നത് കൺഫേം ആയിട്ട് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് എന്താണെന്ന് ബോധമില്ല, നാക്കിന് ലൈസൻസ് ഇല്ല, ആരൊക്കെയോ പറയുന്നത് കേട്ട് തുള്ളുന്നു, മൂഞ്ചുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇത്രയും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തതിന് ശേഷമാണ് രേണു അടുത്ത് ഇൻട്രോ കൊടുക്കുന്നത്. അതായത് ഈ വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അത്രയും കൊടുത്തു, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ വീഡിയോയുടെ ഈ ഫസ്റ്റ് ബേസിക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു 1.5 പോവാം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ടീച്ചർ സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ട വീക്കൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്. കാരണം നമ്മളിങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊക്കെ തൊടാൻ കണ്ടത് ഏതായിരിക്കും നമുക്ക് മനസ്സിലായിട്ട് ഒരുപാട് വിഷമാകും. എന്തുപാടെ ആഡ് ഇവന്മാരെ കൊണ്ട് തോറ്റില്ല. ഇവന്മാർ വലിയ തൊല്ലയല്ല. വീഡിയോ മൊത്തം ആഡ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇവള് ഇതെന്തിങ്ങനെ മൊത്തം ആഡാണല്ലോ. എന്തുവരെയാണ് സംഭവം? അപ്പോൾ ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കും, എപ്പോഴും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. അത് നല്ലതാണ്. അപ്പം നമ്മളെങ്ങനെയാണോ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗിയാണെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിക്കുക, അത്രത്തോളം നമ്മൾ സന്തോഷിക്കണമെന്നാണ് ഞാൻ കേട്ടത്. എന്നെ പോലെ ക്യാൻസർ രോഗികൾ നമ്മളെ കുടുംബത്തിലെ ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ നമ്മൾ അവരെ മാക്സിമം സന്തോഷിപ്പിക്കാൻ തന്നെയാണ് നോക്കുന്നത്, അല്ലെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അതേ ക്യാൻസർ രോഗികൾ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവർ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെളികാരി അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അത് അവിടെ രോഗി എന്നുള്ള പ്രസൻസ് പോലും അല്ലെങ്കിൽ ആ ഒരു സഹതാപം പോലും ആരും തരത്തില്ല, നോക്കത്തില്ല, കാണത്തില്ല. പറയണമെന്ന് തോന്നി. രേണു, എനിക്കറിയത്തില്ല നിനക്ക് എന്താണ്, നീ എന്ത് അടിസ്ഥാനത്തിലാണ് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. കിച്ചുവിൻ്റെ അടുത്ത് കൂടുതൽ പള്ളു കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം വിളിച്ചു പറയും. ഇപ്പോൾ കുറേ എണ്ണമൊക്കെ വേറെ അപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്തോന്നു നീയും കിച്ചുവും തമ്മിൽ ബന്ധമായിരുന്നു, കിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയി കാര്യങ്ങൾ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ. ഇതാണ് അവസ്ഥ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട്, അവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, അങ്ങനെ ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും ഇപ്പൊ ഒന്ന് കൊട്ടോടാനാണല്ലോ, സന്തോഷിക്കാനാണല്ലോ അവരെ സന്തോഷിപ്പിക്കുക. അതൊക്കെ നല്ല. ഓക്കെ പോട്ടെ. അപ്പൊ മനസ്സിലായാലും എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ
സംഭവിച്ചത്. ഞാനൊരു നീക്കം പറഞ്ഞു, അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലാക്കി. കാരണം എനിക്ക് 10ാമത്തെ കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കാം. എനിക്ക് ഇനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല. എനിക്ക് ക്യാൻസർ ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എനിക്ക് അതെനിക്ക് പറയാൻ വീട്ടുകാർ പറയാം. നിങ്ങൾ ഈ പറഞ്ഞ കളത്തിൽ എന്തിനാണ് ഞാൻ ഈ കളത്തിൽ ഈ പിക്ലൈനേക്കാൾ വിവരമുള്ള ഹാർട്ടിൽ കിടക്കുന്ന സാധനം. ഈ പിക്ലൈനിൽ ഇട്ടാണ് തട്ടിക്കളിക്കുന്നുണ്ടായിരുന്നത്. സാമാന്യ ബോധമുള്ള ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുമോ? അതിൽ എന്തെങ്കിലും തട്ടിക്കളിച്ച് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങ് പോരും, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പം അത്രയ്ക്ക് വിവരവും ബോധവും ഇല്ലാത്ത ഒരുത്തിയാണ് നീ. ഓക്കെ, സ്വയമേ ഒന്ന് വിലയിരുത്തി നോക്കുകയാണ്. ഇപ്പം നമ്മൾ ട്രിപ്പ് ഇട്ടിട്ട് അതിനെപ്പോലും നമ്മൾ തട്ടിക്കളിക്കത്തില്ല. പിന്നെ ഇത് സാധാരണ ഈ മറ്റേ കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇളക്കി മാറ്റും ആ സാധനം. പക്ഷെ നിനക്ക് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള ഹെൽത്ത് പോലും ഇല്ല. ഓക്കെ, 10-35 കിലോ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം നീ ഹെൽത്ത് വൈസ് വളരെ വീക്കാണ്. ആ സ്ഥിതിക്കാണ് ആ സാധനമൊക്കെ നിനക്ക് ഇട്ട് വീട്ടിൽ വിട്ടിട്ടുള്ളത്. അതൊക്കെ മനസ്സിലാക്കി നിൽക്കാനുള്ള ബോധമെങ്കിലും കാണിക്കണോ കേട്ടാ. അതിലിട്ട് തട്ടിക്കളിക്കാനുള്ളതല്ല. നിന്റെ നല്ലതിന് വേണ്ടി പറയുമ്പോൾ നീ പറയും നമ്മൾ നെഗറ്റീവ് പറയുന്നുണ്ടെന്ന്. അതിലിട്ട് തട്ടിക്കളിച്ച് അതെന്തെങ്കിലും ഇളവുകയോ അത് അനങ്ങുകയൊക്കെ ചെയ്ത് എന്തെങ്കിലും രീതിയിൽ ബ്ലഡിങ് പോന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? അപ്പം നീ കാണിക്കുന്നതെല്ലാം മണ്ടത്തരത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് ലൈഫ്. അതാദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക കേട്ടാ. ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. സോ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കള്ളം ചെയ്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ചാൽ ഇത്രയും വലിയൊരു മാരകാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയും. എനിക്കിത് ഇന്നും 1 മണിക്കൂർ മുന്നേ ഞാൻ പുറത്തിരുന്ന സമയത്ത് മെസ്സഞ്ചർ എടുത്ത സമയത്ത് അതിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇവർക്ക് ക്യാൻസർ ഉള്ളത് തന്നെ അതിലായിരുന്നു. നാട്ടുകാർക്ക് അങ്ങനെ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഓളമാണ് വേണം കേട്ടാ. മനസ്സിലാക്കി, സ്വയമേ ഒന്ന് മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത് എന്റെ കുഞ്ഞ് ഋതപ്പൻ നീ എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്. എനിക്കിനി ആകെയുള്ളത് അവനാണ്. അവകാശം തട്ടിയെടുക്കാനോ? എന്തുവാ ഇത്? മറ്റേ സ്വത്ത് വേർതിരിച്ചെടുക്കുന്ന പോലെ. നാളെ ഋതപ്പൻ കുറച്ചുകൂടി വളരുമ്പോൾ അവൻ്റേതായ നിലപാടുകളും അവൻ്റേതായ രീതികളും അവൻ്റേതായ ജീവിത ശൈലികളും കാണും. നല്ല പാരൻറ്റിങ് കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ കിച്ചു ഒരു സമയത്ത് നടന്ന പോലെ നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പണ്ട് കിച്ചുവിന് നോക്കാൻ ആരുമില്ലായിരുന്നു. രേണുവിൻ്റെ അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ആ വീട്ടിൽ. എന്നിട്ട് ഏതെങ്കിലും മനുഷ്യൻ അവന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തിയില്ല. അവൻ അതുകൊണ്ട് വഴിതെറ്റിപ്പോയി. അവൻ്റെ ലൈഫ് സ്റ്റോറിയിൽ അവൻ പറഞ്ഞാണ്. എന്നിട്ട് അവനിപ്പോൾ നന്നാകാൻ തീരുമാനിച്ച നന്നായപ്പോൾ നിങ്ങളാരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അയ്യോ അയ്യോ. മാനസികമായിട്ട് വളരെ വിഷമാണ് അവരെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അതിന് വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറേ പേരുണ്ട്. ഞാൻ കരുതി കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകൾ അവർക്ക് വിഷമാവും. അപ്പം ഈ എൻ്റെ കുഞ്ഞ് ഇപ്പം എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അവൻ്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവൻ അച്ഛൻ മരിച്ചു പോയി. അപ്പോൾ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് നടത്തിക്കൊണ്ട് പോകാം. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എൻ്റെ കുഞ്ഞാണ്. അവരെയും കൂടെ എന്നിൽ നടത്തി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. എനിക്ക് അതായത് ഋതപ്പൻ ആരോ അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. വേറെ ആരും സാധ്യതയില്ല, കിച്ചു തന്നെയാവും. മേ ബി ആവാമെന്നല്ല, 99% അവനിട്ടുള്ള കൊട്ട് തന്നെയാണ്. അതായത് ഋതപ്പനെ കിച്ചു എങ്ങനെയെങ്കിലും ഇവരിൽ നിന്ന് പിരിച്ച് അവൻ്റെ സർക്കിളിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്നായിരിക്കും. എന്തായാലും കൊള്ളാടെ. നിങ്ങളൊക്കെ എന്തുവാ കാണിക്കുന്നത്? ബേസിക്കലി ഇത് സഹതാപം കിട്ടാനാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു വെച്ച് സഹതാപിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഞാനതായിരിക്കുന്നത്. എൻ്റെ കഥകൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹതാപം വേണ്ട, എൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തിനാ സഹതാപം? ഓക്കെ. പിന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ചിലവൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എങ്കിലും മരുന്ന് മേടിക്കാനും കുറച്ചൊക്കെ ചിലവുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും ഒരുപാടങ്ങ് കോടികളൊന്നും വേണ്ട. അപ്പോൾ പറയും നീ കൊണ്ടു കൊടുക്കൂടാണ്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന 3-4 പേഷ്യൻസ് എൻ്റെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ രീതികളൊക്കെ ഒന്ന് വോയിസ് അയക്കാൻ പറ്റുമെങ്കിൽ വോയിസ് അയക്കും, ഞാൻ വീഡിയോ ചെയ്യാം. നോക്കട്ടെ, അവർ വോയിസ് അയക്കുകയാണെങ്കിൽ ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം, ജനങ്ങളെ കേൾപ്പിക്കാം. ജനങ്ങൾ കേൾക്കണം. നമ്മൾ എന്തൊക്കെയായാലും കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എല്ലാം അല്ലാണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് എൻ്റെ എത്തിക്സിനെ എനിക്ക് അനുവദിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പൊട്ടു ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എമ്പതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേരെ സ്നേഹിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ടോ, അതിൽ കൂടുതൽ അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ് സോ ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞ എന്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ. തീർച്ചയായും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ
അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെന്നാണ്. ഓക്കെ, കൊച്ചിൻ്റെ കേസൊക്കെ തന്നെ റിപ്പീറ്റ്ലി പറയുന്നു. ഓക്കെ, ഞാൻ നേരത്തെ ഹൈലൈറ്റിൽ കൊടുത്തല്ലോ. ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, സഹോദരങ്ങളെ പിരിക്കാതിരിക്കൂ രേണു, കാരണം നീ ഏൽപ്പിക്കുന്ന കരങ്ങൾ എത്ര നാൾ നോക്കുമെന്ന് ഉറപ്പുണ്ടോ? അവർ വലുതാകുമ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ തേടിപ്പോകും. അതായത് കിച്ചുവും ഋതപ്പനും സഹോദരങ്ങളാണ് അല്ലേ, രണ്ടും സുധിയുടെ മക്കളാണ്. അവർ സഹോദരങ്ങളാണ്, ഒരേ ചോരയാണ്. നാളെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊന്നിച്ച് നിൽക്കും. നീ ഏൽപ്പിച്ചിട്ട് പോകുന്ന കരങ്ങൾ നോക്കണമെന്നൊന്നുമില്ല. തങ്കച്ചനായാലും നിൻ്റെ അമ്മയായാലും അവരൊക്കെ പ്രായമേറി വരികയാണ്. പിന്നെ നിൻ്റെ സഹോദരി എത്രത്തോളം നോക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സ്വന്തം മക്കളല്ല. ഇപ്പം നാളെ നിനക്ക് എന്തെങ്കിലും നീ പറയുന്ന പോലെ സംഭവിച്ചാലും കുറേ ദിവസം സഹതാപത്തിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ നോക്കും. അത് കഴിയുമ്പോൾ ഉറപ്പില്ല, മേ ബി നോക്കാം, നോക്കാതിരിക്കാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവനെ നോക്കാൻ ചാൻസ് ഉള്ളത് അവൻ്റെ ചോര തന്നെയാണ്, അവൻ്റെ സഹോദരൻ. ഓക്കെ, അത് കിച്ചുക. എന്തൊക്കെ പറഞ്ഞാലും ആലോചിക്കുക. മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. രാഹുൽ ദാസിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അത് ഋതുൽ വലുതാകുമ്പോൾ തീരുമാനിക്കട്ടെ. ഓസ്കാർ കിട്ടിയതുപോലെ 500 തവണ ക്യാൻസർ എന്ന് പറയുന്നുണ്ട്. വയ്യായിക എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. എനിക്കിപ്പോൾ തോന്നുന്നു ഈ വീട് കിച്ചുവിന് കിട്ടാതെ ഇരിക്കാൻ ഉള്ള ശ്രമം പോലെയാണ്. രേണു, നിൻ്റെ കമൻറ്റ് ബോക്സ് നീ തന്നെ എടുത്തു വെച്ച് വായിക്കണം. അത് വേറെ ആരെയും കൊണ്ട് വായിപ്പിച്ചാൽ കേട്ടോ. നീ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന നിൻ്റെ ഹെൽത്തിന് നല്ലതല്ല. കുറേ നാൾ മുൻപ് ഋതപ്പനെ ആരെങ്കിലും കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറഞ്ഞതാണ് നീയും തങ്കം ചേട്ടൻ. ആരും ഒന്നും മറന്നിട്ടില്ല. അതെ, കുറേ നാൾക്ക് മുന്നേ നിങ്ങൾ കൊണ്ടുപോയി നോക്കിയോ, നിങ്ങൾ കൊണ്ടുപോയി ചിലവിന് കൊടു എന്ന് പറഞ്ഞ ടീംസാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അയ്യോ അയ്യോ, അസുഖം ഉണ്ടായിട്ട് നാവിനൊരു കുറവുമില്ലാതെ ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ നീ ആയിരിക്കും. എന്ത് തെറ്റ് ചെയ്ത മനുഷ്യന്മാർ ഈ സാഹചര്യത്തിൽ നന്നാവും. അങ്ങനെയാണെങ്കിൽ രേണുവും കുടുംബവും ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിൽ കിച്ചുവിനും ഋതപ്പനും മാത്രമേ അർഹതയുള്ളതാണ്. നിന്റെ നാവ് നിനക്കെന്തെന്ന് നീയാണ് എൻ്റെ ശത്രു. അതെ, അങ്ങനെ എടി പോസിറ്റീവ് ഇല്ല. ഞാൻ ന്യൂസ്റ്റ് കമൻറ്റ് നോക്കട്ടെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള കമൻസ്. ഓക്കെ, വീഡിയോ ഫുള്ള് കണ്ടു. കുറച്ച് കാര്യങ്ങൾ വ്യക്തമല്ല. ഋതുൽ ദാസിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് മാത്രമല്ല അധികാരമുള്ളത്, ജ്യേഷ്ഠനുണ്ടെങ്കിൽ ജ്യേഷ്ഠനും അധികാരമുണ്ട്. മരിച്ചുപോയി കഴിഞ്ഞാൽ ഋതുൽ ദാസിനെ കിച്ചു കൊണ്ടുപോയാൽ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വിഷമിക്കുന്നത്? സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ വ്യക്തമല്ല, പറയുന്നതേ വ്യക്തമല്ല, പിന്നെയാണ് ഇനി കുറേ കാര്യങ്ങൾ വ്യക്തമല്ല. ഡോക്ടർ പറഞ്ഞാൽ അനുസരിച്ച് പോകാത്ത ഒറ്റ ഒരു ആൾ നീയാണ്. വീഡിയോ എടുപ്പിന് നാവിന് ഒരു കുറവില്ല. അതെ, ഡോക്ടർ റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാതെ പോകാൻ പറഞ്ഞപ്പം അതിനൊന്നും ഒരു കുറവുമില്ല. നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ നീ എല്ലാ ദിവസവും രാവിലെ എല്ലാ കാര്യവും അറിയുന്ന നിൻ്റെ ഒരു അവളെയാണോ കൂട്ടുകാരനെയാണോ നൗഷാദ്? അവൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു നീ നിൻ്റെ ബന്ധുക്കൾ മാത്രം കൊടുത്താൽ മതി, നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? എന്നാണേലും ഒരു കുഴപ്പമില്ല. ക്യാൻസർ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരും മരിക്കും. ഇപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന നാട്ടുകാരെ ഞങ്ങളൊക്കെ വെറുപ്പിക്കാതിരിക്കാൻ നിന്നെ കണ്ടും അടുത്ത് ഉപദ്രവിക്കാതെ നീ എവിടെ അടങ്ങി? ഓക്കെ, എന്തേലും ഒന്ന് സംഭവിച്ച് നിങ്ങൾ ഒന്ന് പോയി തരുമോ പ്ലീസ്? അല്ലെങ്കിൽ നിങ്ങളുടെ വായ് മൂടി ഒന്ന് ഇരിക്കൂ. അത്ര വെറുപ്പ് നിങ്ങളുടെ ശബ്ദത്തോടും പോലും കേൾക്കുന്നു. സത്യം, ജനങ്ങൾ അത്രയ്ക്ക് വെറുത്തിരയണോ നിന്നെ? നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഒരിക്കലും നിനക്ക് സംഭവിക്കാൻ ഞാൻ പറയത്തില്ല. എനിക്കത് താല്പര്യമില്ല. നിനക്കൊന്നും സംഭവിക്കല്ലേ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. ഇനി നീ അത് എത്ര ക്രൂരമായ എന്ത് ചെയ്താലും ഓക്കെ, പക്ഷേ ആ മനസാക്ഷി, ആ മനുഷ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ചെയ്യണം. അതുപോലെ ഒരുപാട് പേരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ കുറേ പേര് വെറുത്ത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ച് നീ തീർന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അത്രയും ഹെയ്റ്റ് നീ വാങ്ങി വെച്ചതാണ്. അത് നല്ലതല്ലായിരുന്നു. അത് ഒട്ടും നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല രേണു. അത്രയ്ക്ക് വെറുപ്പുണ്ട് ജനങ്ങൾക്ക് നിന്നോട്. അത് നീ ഇരന്ന് വാങ്ങിച്ചു വെച്ചാണ്, വേറെ ആരും കൊണ്ടു തന്നതല്ല. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത്. ഞാൻ വിചാരിച്ചു ഈ രേണുവിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് രേണുവിന് സപ്പോർട്ട് കാണും, ഒരു കോപ്പുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആണ്. ബൈ.